കഴിഞ്ഞ സീസണിന്റെ തുടക്കത്തിലും പതിവ് പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തുടക്കം നിരാശപ്പെടുത്തുന്നതായിരുന്നു. തിരിച്ചുവരവിന് വേണ്ടി ആരാധകർ ഒരുപാട് പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായില്ല. തുടർച്ചയായിട്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടു. ടീമിന്റെ കളിയോടുള്ള സമീപനം പോലും മടുപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ ആരാധകർ ഈ ക്ലബിനെ കൈവിട്ടു തുടങ്ങി. നിറഞ്ഞ ഗാലറികൾ ഒഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ വിജനമായി മാറി. അങ്ങനെയിരിക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ടീമിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. പരിശീലകനായി ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന പഴയ ബംഗളൂരുവിന്റെ സേവ്യറെ കൊണ്ടുവരുന്നു. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൽ കണ്ടത് സമാനതകളില്ലാത്ത വിധം വല്ലാത്തൊരു ടേൺ അറൗണ്ട് ആയിരുന്നു. തുടർച്ചയായി മത്സരങ്ങൾ വിജയിക്കുന്നു. അദ്ദേഹത്തിന് ഫാലോവിന്റെ പോലെ ഒരു പോരാളിയെ കിട്ടിയതോടെ കഥ മാറി, കളി മാറി. ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവിന്റെ ശുഭസൂചനയായി ആരാധകർ വിലയിരുത്തിയെങ്കിൽ പോലും നിങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അർഹതയോ അവകാശമോ ഇല്ല. കാരണം നിലയ്ക്കാത്ത ട്രോമകൾ ഏറ്റുവാങ്ങാൻ, വേദനകൾ അനുഭവിക്കാൻ തയ്യാറായി മാത്രമേ നിങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകനായി തുടരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പറയാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് നന്നാവാൻ പോകില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ്. വരാൻ പോകുന്ന സീസണിലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വകയൊന്നുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ട് പ്ലേയേഴ്സിലേക്ക് തിരിയുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ചിലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് സൂപ്പർ താരങ്ങളെ ഒഴിവാക്കി ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ വളർത്തുന്ന ഒരു ഫിലോസഫിയിലേക്ക് തിരിയുകയാണ് എന്ന് ആശിഷ് നേഗിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മളൊരു ഫീഡർ ക്ലബ്ബായി മാറും. ഒരുപാട് താരങ്ങളെ ഇന്ത്യൻ ടീമിന് സംഭാവന ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ഫിലോസഫി കൊണ്ട് കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും യുവതാരങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ള പേരിൽ കിരീടത്തിൽ നിന്നും അകന്നു മാറുന്നത് വല്ലാത്തൊരു കണ്ണിൽ പൊടിയിടലും കച്ചവടവും കൂടിയാണ്. മികച്ച താരങ്ങളെ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് പറയുമ്പോൾ പരക്കെ ആർക്കും പ്രതിഷേധിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഈയൊരു വൈകാരികതയെ, സെന്റിമെന്റ്സിനെ, സിംപതി മെർച്ചൻസ് ആയിട്ട് ആരാധകരുടെ കിരീടമോഹത്തിനെ നിങ്ങൾ കൊന്നൊടുക്കുകയാണ്.